വൈകുണ്ഠസ്വാമികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതും അല്ലെങ്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതുമായിട്ടുള്ള ചില പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ഈ പാർട്ട് 2 കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു വൈകുണ്ഠസ്വാമികൾ. അദ്ദേഹം നമുക്കറിയാം കന്യാകുമാരിയിലെ സ്വാമിത്തോപ്പ് അല്ലെങ്കിൽ ശാസ്താംകോവിലാണ് അദ്ദേഹം ജനിച്ചത്. സവർണ ജാതിക്കാർ ഉപയോഗിച്ചിരുന്ന കിണറുകളിൽ നിന്ന് വെള്ളം കോരാൻ താഴ്ന്ന ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്നവർക്ക് അവകാശം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും വെള്ളം കോരാൻ കിണറുകൾ കുഴിച്ച് അയിത്തം എന്ന ദുരാചാരത്തെ വൈകുണ്ഠസ്വാമികൾ വെല്ലുവിളിച്ചത്. അപ്പം അദ്ദേഹം സ്ഥാപിച്ച കിണറിന് വിളിക്കുന്ന പേര് മുന്തിരി കിണറെന്നാണ്. മുന്തിരി കിണറെന്നാണ്. പിന്നീടത് സ്വാമി കിണറെന്ന് അറിയപ്പെട്ടു. സ്വാമി കിണറെന്ന് അറിയപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കളായിട്ടുള്ള അരി, ചെറുപയർ, കായ്ക്കറികൾ തുടങ്ങിയവ ശേഖരിച്ച് പാകം ചെയ്ത് അവർണ സവർണ വ്യത്യാസം കൂടാതെ ഒരു പന്തിയിലിരുന്ന് ആഹാരം കഴിക്കുന്ന സമപന്തി ഭോജനം. എന്താണ് സമപന്തി ഭോജനം? സമപന്തി ഭോജനം എന്നൊരു ഒരു ഭോജനം അല്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സമ്മേളിക്കുന്ന ഒരു സമപന്തി ഭോജനം അദ്ദേഹം സംഘടിപ്പിച്ചു. മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. മേൽമുണ്ട് ധരിക്കൽ നിയമത്തിനെതിരെ അല്ലെങ്കിൽ നിരോധനത്തിനെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഇത്തരം സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച സംഘടനയുടെ പേരാണ് സമത്വ സമാജം എന്ന് പറയുന്നത്. സമത്വ സമാജം എന്ന് പറയുന്ന സംഘടന രൂപീകരിച്ചു. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട ചാന്നാർ സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടൊടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിന് വേണ്ടി നടന്ന ചാന്നാർ ലഹളയ്ക്ക് സ്വാമിയുടെ പ്രവർത്തനങ്ങൾ പ്രചോദനമായിട്ടുണ്ട്. വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന സ്വാമികളുടെ നിലപാടും ജനങ്ങളെ സ്വാധീനിച്ചു. ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ്, അത് തിരുവിതാംകൂർ ഭരണമാണെന്ന് പറയുന്നവരുണ്ട് കേട്ടോ. നീച ഭരണം എന്ന പ്രയോഗത്തിലൂടെയാണ് അദ്ദേഹം പറഞ്ഞത്. അത് ബ്രിട്ടീഷ് ഭരണത്തിനോടുള്ള എതിർപ്പിനെയാണ് അദ്ദേഹം നീച ഭരണം എന്ന് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരുവിതാംകൂർ നീചഭരണത്തിനെ വിശേഷിപ്പിച്ച അനന്തപുരത്തെ നീചഭരണമെന്നാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ അവിടെയുള്ള എതിർപ്പ് കാണിച്ചത് നീചഭരണം എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചുകൊണ്ട് ആണ്. പിന്നെ അതുപോലെ തന്നെ സർവ്വജാതിയിൽപ്പെട്ടവർക്കും സന്യാസം സ്വീകരിക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം തുവയൽ പന്തി കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു ചടങ്ങും സംഘടിപ്പിച്ചിട്ടുണ്ട്. തുവയൽ പന്തി കൂട്ടായ്മ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അദ്ദേഹത്തിനെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്വാമികളുടെ പ്രസിദ്ധ വചനങ്ങൾ എന്തൊക്കെയായിരുന്നു? വേല ചെയ്താൽ കൂലി കിട്ടണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒൻറേ ജാതി, ഒൻറേ മതം, ഒൻറേ ഉലകം, ഒൻറേ അരശ്, ഒൻറേ നീതി എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.